ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശംഖുപുഷ്പം സോപ്പ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഈസി ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴത്ത് തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ചോദിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാവും. അത് നിങ്ങൾ വാട്സപ്പിലോട്ട് വരണ്ട. വാട്സപ്പിലേക്ക് നമ്മൾ എൻക്വയറി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ബേസ്, അതേപോലെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡൊക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഫ്രാഗ്രൻസ് ഓയിലും ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ശംഖുപുഷ്പം, ഇത് ഡബിൾ ലെയർ ശംഖുപുഷ്പമാണ്. ഇത് ഉണക്കി എടുത്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് ജ്യൂസ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ഷെൽഫ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ പൗഡർ ഫോമിൽ യൂസ് ചെയ്യാം. അപ്പോൾ പൗഡർ ഫോമിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അത് കൂടുതൽ കാലം നമുക്കത് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അതായത് അതൊരു ലിക്വിഡ് ഫോം ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് തണലത്ത് വെച്ചിട്ടാണ് നമ്മൾ, അതായത് മുകളിൽ ഒഴിഞ്ഞ റൂമുകളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കാം. ഒരിക്കലും ഫ്ലവേഴ്സൊന്നും നിങ്ങൾ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കരുത്. അപ്പോൾ പൂവൊന്നാകെ ഒരു കരിഞ്ഞ നിറം കിട്ടും, ഈ കളറ് കിട്ടൂല ഒന്ന്. പിന്നെ ഉള്ളത് അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് പൂക്കളൊക്കെ ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ഒരു കളറിലാണ് പൗഡർ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചിട്ടാണ് എടുക്കുക കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ പച്ച നെട്ടി ഒന്നും ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് അരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൗഡർ ആക്കിയിട്ട് മാത്രം സോപ്പ് ഉണ്ടാക്കിയാൽ മതി. കാരണം ജ്യൂസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് എന്തായാലും അത് 3 മാസം കൊണ്ട് ഒക്കെ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലത്താണ് അത് ഇത്രയും ഫേമസ് ആയി വന്നത്. ഇപ്പോൾ അതിൻ്റെ ക്രീം, ശംഖുപുഷ്പം ഫേസ് വാഷ്, ഷാമ്പൂ, ലിപ് ബാം വരെ ഇപ്പോൾ ഓരോരുത്തർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നമ്മൾ കഴിക്കാനാണ് ഏറ്റവും ബെറ്റർ. ഞാൻ അതിൻ്റെ ഒരു ടീൻ്റെ വീഡിയോ കൂടി ചെയ്യണം, ഇൻഷാല്ലാ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കുടിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാനത് അരിച്ചെടുത്ത് പൗഡർ നമ്മൾ 3 മാസത്തെ കളക്ട് ചെയ്തതാട്ടോ. ഒരു നേരത്തെ ആ ഒരു പൗഡറൊന്നുമല്ല, പൂവിൻ്റെ പൗഡറൊന്നുമല്ല ഇത്രയും നമുക്ക് കിട്ടിയത് കേട്ടോ. 3 മാസം നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഉണക്കി എടുത്ത് വെച്ച് അത് ഒന്നാകെ നമ്മൾ ഒപ്പം എടുത്ത് പൗഡർ ആക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ് ബോട്ടിലിൽ നിങ്ങളെപ്പോഴും ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാനതിൽ ഒരു 1/4 ഭാഗം നമ്മൾ പൗഡർ ആദ്യം വെച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേപോലെ 2 ബോട്ടിലാക്കി വെക്കാനുള്ള പൗഡർ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമുക്കിത് വെച്ചിട്ട് ഇനി ക്രീം ഉണ്ടാക്കാം, ഫേസ് വാഷ് ഉണ്ടാക്കാം, അതേപോലെ സോപ്പ് ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് പൊടിയാണെങ്കിലും കുറേ കാലം വെക്കുമ്പോൾ അത് പൂക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ അതിന് ഷെൽഫ് കിട്ടും. അപ്പോൾ അത് കാരണമാണ് നമ്മളിങ്ങനെ ആക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിനിൽ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടില്ല, നല്ലോണം ഇളക്കണം. ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് ഇളക്കി ഇങ്ങനെ ഒരു ലിക്വിഡാക്കി എടുത്തിട്ട് കേട്ടോ. വേറൊരു ഇൻഗ്രീഡിയൻറ്റും ഞാനിതിൽ ചേർത്തിട്ടില്ല. ഈ ഫ്ലവറിൻ്റെ പൗഡറും ഗ്ലിസറിനും മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെക്കാം. എന്നിട്ട് അത് പെട്ടെന്ന് യൂസ് ചെയ്യാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതേറ്റവും പ്രൊഡക്റ്റ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഞാനിപ്പോൾ 1 മാസം 2 മാസം എന്നല്ല, ഒരുപാട് ടൈം അതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ പൗഡറും ഈ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് മാസങ്ങളോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് ജോയിൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കളറ് കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറാകും, പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതാ കണ്ടോ, ഈ ഒരു കളറിലോട്ട് നമ്മളെ പ്രൊഡക്റ്റ് എത്തും കേട്ടോ. ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ അത് ഇടയ്ക്ക് നിങ്ങൾ നോക്കണം, അതിൻ്റെ മേലെ ഇങ്ങനെ ഊറി വരും. എല്ലാ ദിവസവും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം മേലെ ഇങ്ങനെ ഊറി വരും പൊടി, ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ മാത്രമായിട്ട്. നല്ലോണം മിക്സ് ചെയ്ത് അത് ആ ഗ്ലിസറിനിലോട്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അത് നമ്മൾ ബേസ് എടുത്തിട്ടുണ്ട്.
ലിക്വിഡ് പ്രിപ്പയർ ആയി 1 മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും അത് കീപ്പ് ചെയ്യാൻ നോക്കട്ടോ ലിക്വിഡ്. അപ്പോൾ 555 ഗ്രാം സോപ്പ് ബേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്നും പറയുന്ന പോലെ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര നമുക്ക് ചെറിയ പീസാക്കാൻ പറ്റുമോ അത്രയും എളുപ്പം നമുക്കിത് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീമിയം ക്വാളിറ്റി നമ്മുടെ ഐപ്പറിൻ്റെ ഗ്ലിസറിൻ ബേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബേസ് സോപ്പ് ശംഖുപുഷ്പം സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് കളറ് മാറുന്നത്, സോപ്പിൻ്റെ കളറ് മാറുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളെ ബേസിൻ്റെ കുഴപ്പമാണ്. പിന്നെ നിങ്ങൾ ജ്യൂസ് എടുക്കാൻ പാടില്ല, പൗഡർ ഫോമിൽ യൂസ് ചെയ്യാം. ഇനി ലിക്വിഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ പൗഡർ ആക്കിയിട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബേസ് നന്നായിട്ടില്ലെങ്കിൽ നിങ്ങളെ സോപ്പ് ഒരു നേരം കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറും. ഒരു നേരം മീൻസ് ആ ദിവസം തന്നെ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണുന്നില്ല. 4-5 ദിവസം കഴിയുമ്പോൾ ആ സോപ്പ് ആകെ നിറക്കം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ലിക്വിഡാണിത്, ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഞാൻ ആ ബോട്ടിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 555 ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുള്ളൂ. അതിലേക്കുള്ള ലിക്വിഡാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ലൈറ്റ് കളറിലാണ് ഭംഗിയെന്ന് തോന്നി. ഞാൻ ഒരുപാടൊന്നും ജോയിൻ ആക്കിയിട്ടില്ല, കാരണം ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് ഗ്ലിസറിന് ഒരുപാട് നമുക്ക് സോപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോപ്പിന് സ്വെറ്റിങ് ടെൻഡൻസി വരും. പിന്നെ ഇപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഫാമിലീസിലുള്ളവരൊക്കെ പറഞ്ഞ് നല്ല കളറുണ്ട് കേട്ടോ, നല്ല കളറുണ്ട്, ഇനി ഒഴിക്കല ഈ കളറാണ് ഭംഗിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കുറച്ചും കൂടി കളർ വേണമെന്നൊക്കെ തോന്നിയിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയട്ടോ. നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒരു 1-1.5 സ്പൂണൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു കളറുണ്ടല്ലോ, നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വിറ്റാമിൻ ഇൻ്റെ കോൺസെൻട്രേറ്റ് ഓയിലാണ് 4-5 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റാസ്ബെറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ റാസ്ബെറി ആവും മാച്ച്. അപ്പോൾ ഞാൻ റാസ്ബെറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സോപ്പ് മേലൊക്കെ കണ്ടോ സെറ്റായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വീഡിയോ എടുക്കണ ആ ടൈമിങ്ങും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായതുകൊണ്ട് നിൽക്കണം മുകളിലത്തെ ഭാഗമൊക്കെ. പിന്നെ അതുമല്ല ഇപ്പോൾ തണുപ്പിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് അത് സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെയൊക്കെ കുറേ വെയിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് എൻ്റെ സോപ്പ് ആ പാത്രത്തിൽ ഒരുപാട് ബാലൻസ് ആയിട്ട് ഒട്ടിപ്പിടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് ഒന്നും കൂടി മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ഒഴിക്കുകയാണ് ചെയ്തത്. ഞാൻ കാണിക്കാം കേട്ടോ. അത് ഈ വീഡിയോ നമ്മൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ ഇൻ്റെയും എല്ലതും ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസിൻ്റെ കൂട്ട് വേഗം ഒഴിക്കണം മോൾഡിലോട്ട്. അങ്ങനെ ഒരുപാട് ടൈം നിൽക്കാൻ പാടില്ല. നല്ലൊരു കളറായിട്ട് നാച്ചുറൽ കളറാണ്. നമ്മളൊരു കളറോ ഒരു കാര്യങ്ങളും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഈ പാത്രത്തിൽ ഒരുപാട് ഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം. ഇപ്പം ഒന്നാമത് ഞാൻ എടുത്തത് വലിയ പാത്രമാണ്, ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന പാത്രമാണ്. അപ്പോൾ അതിലേക്ക് 555 ഗ്രാം ആയപ്പോൾ ആ പാത്രത്തിലേക്ക് ഒന്നുമില്ല സംഭവം. അപ്പോൾ ഞാനത് ഒന്നും കൂടി മെൽറ്റ് ചെയ്തിട്ടാണ് ഈ പോർഷന് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിൽ വന്ന ബാക്കിയുള്ളതൊക്കെ എടുത്തൊരു റൗണ്ടാക്കി വെച്ചതാണ്. ഇതും നമുക്ക് സോപ്പായിട്ട് ഉപയോഗിക്കാം കേട്ടോ, അതും സോപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മേലെ വന്ന അടിഞ്ഞുകൂടെ പതകളൊക്കെ കൂടി നീക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ സോപ്പ്. അപ്പോൾ ബാക്കിയുള്ള സോപ്പൊക്കെ നോക്കാൻ നമ്മളൊരു റബ്ബിങ് ആൽക്കഹോളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ വെക്കാം. ഞാൻ ഈ നിൽക്കുന്ന ടൈമിലും കൂടി ഇതിന് ശരിക്കും ചൂടൊന്നും വിട്ടിട്ടില്ലായിരുന്നു, പക്ഷെ അത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന് മുന്നേ ഒന്നെടുത്തും ചെയ്തു. കണ്ടങ്ങൾ നല്ലൊരു ഭംഗിയുള്ള കളറായിട്ടല്ല വന്നിട്ടുള്ളത്, ലൈറ്റ് കളറ്, ആ ഒരു കൂൾമിൻ സോപ്പിൻ്റെ ഒക്കെ ഒരു കളറായിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഈസിയാണ് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവരാണെങ്കിലും വലിയ പണിയുള്ള പണിയൊന്നുമല്ല ഈ സോപ്പ് ഉണ്ടാക്കുക. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെ
ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ലാസ്റ്റത്തെ സോപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഞാൻ ആ പോർഷൻ കുറച്ച് ബാക്കി വന്ന പോർഷന് നമ്മൾ ലാസ്റ്റ് മെൽറ്റ് ചെയ്തല്ലോ, ആ സോപ്പാണ്. ആ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിരുന്നു. അതായത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു. അതാണ് അതിന് ഇത്രയും ഒരു കളർ കണ്ടോ, ആ കളർ കണ്ടോ നിങ്ങൾ, നല്ലൊരു കളറല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇതിലേറെ കൂടുതൽ ആഡ് ചെയ്തിരുന്നെങ്കിൽ മറ്റു സോപ്പിനൊക്കെ ഈ കളർ കിട്ടുമായിരുന്നു. കണ്ടോ, ഇതിന് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് മെൽറ്റ് ചെയ്തതാണ്. അതിന് കുറച്ച് പോർഷൻ ഞാൻ ആദ്യം ഒഴിച്ചിരുന്നു. അതാണ് ജസ്റ്റ് അതിൻ്റെ ആ മുന്നിലൊരു വെള്ള ക്രിസ്റ്റൽ പോലെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ വേറെ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ശംഖുപുഷ്പം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ തടയുന്നതാണ്, സ്കിൻ ഗ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ആ ലാസ്റ്റത്തെ സോപ്പിൻ്റെ ഒരു ഇത് കാണിച്ചു തരാണ്. അതിന് ആ മുന്നിൽ നിങ്ങൾ ആദ്യം ഞാൻ അതിൽ പോഷൻ ബാക്കി വന്നത് ഇത്തിരി ഒഴിച്ചിരുന്നു. ആ ഭാഗം ഒരു വിള്ളൽ പോലെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനത് സെറ്റായിരുന്നു, ഞാനത് ഉരുക്കി കൊണ്ടുവന്നപ്പോഴേക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സോപ്പ് റെഡിയായി, എല്ലാം റെഡിയായി സെറ്റായി നമ്മൾ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ റാപ്പ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ ക്ലിംഗ് റാപ്പ് ഇങ്ങനെ ഇളകുന്നത് കൊണ്ട് അതിന് ജസ്റ്റ് ഒരു ചുളിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഉള്ളിൽ പോയിട്ട്, ഞാനിപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുറത്ത് നിന്ന് തന്നെ ചെയ്യണം, നല്ല ലൈറ്റൊക്കെ വേണ്ടേ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പുറത്ത് നിന്ന് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ക്ലിംഗ് റാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു യെല്ലോ കളറുള്ള റാപ്പ് തന്നെ നിങ്ങൾ എടുക്കണം. കാരണം ഒരു തരം റാപ്പ് ഞാനിപ്പോൾ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചു. അതിങ്ങനെ കവർ ചെയ്തിട്ടൊന്നൊരു ഭംഗിയില്ല കേട്ടോ. കാരണം ഒരു എന്തോ ഒരു പൊതിഞ്ഞ് കെട്ടി വെച്ച പോലെ ഒരു ലുക്ക്, ഇത്ര നീറ്റ്നെസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് റാപ്പർ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്, അത് കരുതിയിട്ട് ഇനി അത് കുറേ ആൾക്കാർ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. റാപ്പർ ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് ഈ റാപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കോണ്ടാക്ട് ചെയ്ത്, ഞാൻ കാറ്റടിക്കുന്ന അവിടെ ആ ടൈമിൽ ഇതായിട്ടാട്ടോ അതൊരു ജസ്റ്റ് ഒരു ചുളിവൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സോപ്പിന് പത ഉണ്ടാവുന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ആ ലാസ്റ്റത്തെ ആ സോപ്പാണ്. ഇത് ഏതായാലും വീട്ടിൽ യൂസ് ചെയ്യാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പതയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. സോപ്പിന് പതയില്ല, കട്ടില്ല എന്നൊന്നും ഇനി ആരും പറയരുത്. നല്ല ബേസ് എടുക്കുക. അപ്പോൾ എല്ലാവരും സോപ്പിന് നല്ല കട്ടി, നല്ല പത ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. താങ്ക് യു.